ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്നത് 62-ാമത്തെ സങ്കീർത്തനമാണ്. ആശ്വാസം ദൈവം മാത്രമാണ് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്. 12 വചനങ്ങൾ. അതിൻ്റെ പ്രധാന ധ്യാന വിഷയം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെതാണ് എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ശക്തിയും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ സങ്കീർത്തനം. ദൈവത്തിൽ ആശ്രയിക്കുക. മറ്റുള്ളവർ പറയുമ്പോഴും അതിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനാണ് സങ്കീർത്തകൻ പറയുന്നത്. കാരണം ദൈവമാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ വിശ്രമം. ദൈവത്തോട് കൂടിയിരിക്കുമ്പോൾ ആർക്കും കുലുക്കം തട്ടുകയില്ല. മനുഷ്യൻ സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ ഹൃദയം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാനായിട്ട് സങ്കീർത്തകൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ദൈവമാണ് മനുഷ്യൻ്റെ ആശ്രയമെന്നും അല്ലാതെ ലോകത്തിലല്ല, ലോകം തരുന്നതല്ല ആശ്രയമെന്നും സങ്കീർത്തകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ കാരുണ്യവും രക്ഷയും മനുഷ്യൻ കാണണമെന്നും ദൈവാശ്രയത്വം കൂട്ടണമെന്നും സങ്കീർത്തകൻ പറയുന്നു. ദൈവം മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്കൊത്തവിധമാണ് പ്രതിഫലം നൽകുന്നത്. ദൈവത്തിന് മുൻപിൽ നമ്മുടെ ആത്മാവാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. സംശയവും ആകുലതകളും ജീവിതത്തിൽ വന്നു പോകുമ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുൻപിൽ ഞാനിതാ എൻ്റെ ഹൃദയം നൽകുന്നു. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളെ സ്വീകരിച്ച് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള വിചാരത്തിൽ ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.